ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇൻഡക്ഷൻ മെഷീൻസിലെ ആദ്യത്തെ മൊഡ്യൂളായ ട്രാൻസ്ഫോമറിൻ്റെ ബേസിക്സ് അതിൽ തന്നെയുള്ള ഫസ്റ്റ് മൊഡ്യൂൾ ഏകദേശം ഈ ഒരു ക്ലാസ്സോടുകൂടി നമ്മളിന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യമായി തന്നെ പറയാനുള്ള കാര്യം, അടുത്ത ക്ലാസ് ലൈവ് ക്ലാസ് ആയിരിക്കും. പ്രധാനമായിട്ടും ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും നടക്കുക. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും, ഇപ്പോൾ 12ാമത്തെ പാർട്ടാണിത്, ഇൻട്രൊഡക്ഷൻ ഉൾപ്പെടെ 13 ലെക്ചർ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ എല്ലാം കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോട്ടും PDF നോട്ടും ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രോബ്ലംസ് എല്ലാം നമ്മൾ ചെയ്തു, ടെസ്റ്റുകൾ നടത്തി, 4 ടെസ്റ്റുകൾ നടത്തി. അപ്പോൾ ഇതെല്ലാം ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് ഡൗട്ട് ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെച്ചിട്ട് വേണം നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ എല്ലാവരും ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട്. നല്ല സംശയം ചോദിക്കുന്ന ആൾക്കാർക്ക്, നല്ലതായിട്ടുള്ള മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഡൗട്ട്സ് ചോദിക്കുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ള ഗിഫ്റ്റ് ഉണ്ടാവും. ഇനി എന്നാണോ കോളേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്ത് ഒരു ഗിഫ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ പറയാനുള്ള കാര്യം, എന്തെങ്കിലും സജഷൻസ് അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഫീഡ്ബാക്ക് നിങ്ങൾക്ക് തരാനുണ്ട് എങ്കിൽ നിങ്ങളത് അറിയിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആരെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ട് എങ്കിൽ, അതായത് ചിലപ്പം മെൻ്റലി ഓർ ഫിസിക്കലി എങ്ങനെയാവാം, അത് ചിലപ്പോൾ പഠനമായിട്ട് ബന്ധപ്പെട്ടാകണമെന്നില്ല, അങ്ങനെയാണെങ്കിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള അധ്യാപകരെ അറിയിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലിയിലുള്ളവരായിട്ട് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സമയം കൺസ്യൂം ചെയ്യുന്നില്ല. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനത്തെ സെക്ഷനാണ് എന്ന് പറഞ്ഞു, അതായത് ട്രാൻസ്ഫോമറിൻ്റെ, ഒരു പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ് റെസിസ്റ്റൻസും അതുപോലെ നമ്മൾ എന്താ കൺസിഡർ ചെയ്തേ, ലീക്കേജ് റിയാക്റ്റൻസും മാഗ്നറ്റിക് ലീക്കേജും നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടിട്ടുള്ള ഫൈനൽ ഡയഗ്രമാണ് വരച്ചത്. ഇത് പ്രൈമറി സൈഡിലുള്ള വൈൻഡിങ് റെസിസ്റ്റൻസ്, ഇത് മാഗ്നറ്റിക് ലീക്കേജ് റിയാക്റ്റൻസ്. നമ്മൾ സപ്ലൈ കൊടുത്തു, AC സപ്ലൈ ആണ്. ട്രാൻസ്ഫോമർ വർക്കിംഗ് പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സപ്ലൈ വോൾട്ടേജ് V1 ഇല്ലേ, പ്രൈമറി സൈഡ് റെസിസ്റ്റൻസ് R1. ഈ R1 എന്തിനാണ് കറസ്പോണ്ട് ചെയ്യുന്നത്? R1 നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ് റെസിസ്റ്റൻസ് ആണ് അല്ലേ, പ്രൈമറി സൈഡിലുള്ള അല്ലെങ്കിൽ സപ്ലൈ കൊടുക്കുന്ന സൈഡിലുള്ള വൈൻഡിങ് റെസിസ്റ്റൻസ്. അതുപോലെ തന്നെ മാഗ്നറ്റിക് ലീക്കേജ്, ഫ്ലക്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് ലീക്കേജ് റിയാക്റ്റൻസ്, ഇൻഡക്റ്റൻസ് റിയാക്റ്റൻസ് വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ്, X1 പ്രൈമറി സൈഡ് X1 എന്ന് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1. ഇനിയാണെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് N1 ടേൺസ് ആണ്, സെക്കൻഡറിയിൽ N2 ടേൺസ് ആണ്. ഇത് പറഞ്ഞു നമ്മൾ കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ ജനറൽ ആയിട്ട് നമ്മളിങ്ങനെ വരയ്ക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഇൻഡ്യൂസ് ചെയ്ത EMF ആണ് E1. ദെൻ ഫ്ലെക്സ് ലിങ്ക് ചെയ്തു, അതാണ് Φ1. അതിനുശേഷം സെക്കൻഡറി കൂടെ കറണ്ട് ഫ്ലോ ചെയ്തു, സെക്കൻഡറി ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായി E2. അത് കാരണമായിട്ട് ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡറി കൂടെ എന്ത് ചെയ്യും, ഒരു കറണ്ട് ഫ്ലോ ചെയ്യും അല്ലേ. ലോഡ് കണക്ട് ചെയ്യുമ്പോഴാണ് കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നത് അല്ലേ. അതാണ് ലോഡ്. X2 സെക്കൻഡറി വൈൻഡിങ്, സെക്കൻഡറി ഉണ്ടാകുന്ന ലീക്കേജ് ഫ്ലക്സ്. R2 സെക്കൻഡറി വൈൻഡിങ് റെസിസ്റ്റൻസ്. കറണ്ട് ഫ്ലോ ചെയ്യുന്നതാണ് I2. അതാണ് ലോഡ് കറണ്ട്, അല്ലെങ്കിൽ എന്ത് പറയാം, സെക്കൻഡറി കൂടെ ഫ്ലോ ചെയ്യുന്ന സെക്കൻഡറി കറണ്ട് എന്നും പറയാം. ലോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് എന്ത്, V2. V2ഉം E2ഉം സെയിം അല്ല, V1ഉം E1ഉം സെയിം അല്ല. എങ്ങനെ, ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസിലായപ്പോൾ സെയിം ആയിരുന്നു. പക്ഷേ നമ്മൾ ഡ്രോപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ വൈൻഡിങ് റെസിസ്റ്റൻസും അതുപോലെ തന്നെ ലീക്കേജ് റിയാക്റ്റൻസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, സപ്ലൈ ടെർമിനൽ വോൾട്ടേജും അതുപോലെ തന്നെ സെക്കൻഡറി ഇൻഡ്യൂസ് ചെയ്ത EMFഉം അതേപോലെ സപ്ലൈ വോൾട്ടേജും പ്രൈമറി ഇൻഡ്യൂസ് ചെയ്ത EMFഉം സെയിം ആകില്ല. ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന, ഇതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1 ആണ് അല്ലേ. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്താണ് വോൾട്ടേജ് ഡ്രോപ്പ് വരിക? ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്താണ്? I1 R1 വോൾട്ടേജ് ഡ്രോപ്പാണ് ഈ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് ഉണ്ടാകുന്നത് അല്ലേ. ഈ ലീക്കേജ് റിയാക്റ്റൻസ്, ഈ റിയാക്റ്റൻസിന് അക്രോസ് ആയിട്ട് ഈ ഒരു ലീക്കേജ് റിയാക്റ്റൻസ് കാരണമായിട്ടുണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്താണ്, I1 X1 എന്നാണ് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ സെക്കൻഡറി സൈഡ് ആകുമ്പോൾ I2 R2 എന്ന് പറഞ്ഞൊരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും, I2 X2 ഉണ്ടാവും. ടോട്ടലായിട്ട് നമ്മൾ സമ്മായിട്ട് നമ്മൾ എന്താ പറയുക, R2 X2 ചേർത്തിട്ട് Z2 അല്ലേ, R1 X1 ചേർത്തിട്ട് Z1. Z1 ഈക്വൽസ് ടു R1 പ്ലസ് JX1, Z2 ഈക്വൽസ് ടു R2 പ്ലസ് JX2. മാഗ്നിറ്റ്യൂഡ് ആണ് കണ്ടുപിടിക്കുകയാണെങ്കിൽ Z2 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് R2 സ്ക്വയർ പ്ലസ് X2 സ്ക്വയർ. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കും. ഇമ്പിഡൻസ് എന്താണ് എന്നൊക്കെ നമുക്കറിയാം.
അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചായിരുന്നു എന്തുകൊണ്ടാണ് Jx2 നമ്മൾ എഴുതുന്നത് അല്ലേ, അതെന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് റെഫർ ചെയ്യുക. അത് എല്ലാ വിദ്യാർത്ഥികളും അറിയണം. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഒരു ഇൻഡക്ടറിൽ കറണ്ടും വോൾട്ടേജിൻ്റെ ഒരു ലാഗ് വരുന്നത് എങ്ങനെയാണ്, കപ്പാസിറ്റർ ആണ് എങ്കിൽ അവിടെ എങ്ങനെ ലീഡ് വരുന്നത് എങ്ങനെയാണ്, റെസിസ്റ്റൻസ് സർക്യൂട്ടിൽ എങ്ങനെയാണ് അത് വോൾട്ടേജും കറണ്ടും സെയിം ഫേസ് വരുന്നത്, ഇതെല്ലാം ഒരേ ടോപ്പിക് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് പോർഷൻസ് ആണ്. അതുപോലെ തന്നെ വോൾട്ടേജ് വരുമ്പോൾ Jx2 എന്ന് എഴുതാൻ ഒരു 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരാനുള്ള കാര്യം എന്താണ്, ഇതെല്ലാം ഒരേ സ്ഥലത്ത് വരുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാവരും ഒന്ന് റെഫർ ചെയ്യുക. നമുക്ക് ലൈവായിട്ടൊരു ക്ലാസ് വരുമ്പോൾ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ ബേസ് ആയിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞത് അല്ലേ. അപ്പം അത് കാരണമായിട്ട് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ എഴുതാൻ കഴിയുക, V1 ഈക്വൽസ് ടു എന്താണ് V1 ഇക്വേഷൻ വരിക, E1 പ്ലസ് എന്താണ് I1 R1 പ്ലസ് എന്താണ് Jx1 ദാറ്റ് ഈസ് ഈക്വൽ ടു എനിക്ക് എന്തെന്ന് എഴുതാം, E1 പ്ലസ് I1 Z1. ഇതാണ് V1ൻ്റെ ഒരു ഇക്വേഷൻ അല്ലേ, മെയിൻ ഇക്വേഷൻ ആണ്. ഇത് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇക്വേഷൻ വെച്ച് നമ്മൾ ഫേസർ ഡയഗ്രം വരയ്ക്കുന്ന നമ്മൾ അനാലിസിസ് പാർട്ടിലോട്ട് പോകുന്നത്. അതുപോലെ സെക്കൻഡറിയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്, V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡ്യൂസ് ചെയ്ത EMF E2 ആണ്. അപ്പോൾ V2 ഈക്വൽസ് ടു ടെർമിനൽ വോൾട്ടേജ് V2 ഈക്വൽസ് ടു ഇൻഡ്യൂസ് ചെയ്ത വോൾട്ടേജ് E2 മൈനസ് വോൾട്ടേജ് ഡ്രോപ്പ് കഴിഞ്ഞിട്ടായിരിക്കും ടെർമിനൽ വോൾട്ടേജ് കിട്ടുക അല്ലേ. I2 R2 പ്ലസ് Jx2 അതാണ് വോൾട്ടേജ് ഡ്രോപ്പ് ഡ്യൂ ടു റെസിസ്റ്റൻസ് ആൻഡ് ലീക്കേജ് റിയാക്റ്റൻസ്. ദാറ്റ് ഈസ് ഈക്വൽസ് ടു V2 മൈനസ് I2 Z2. ഇതാണ് V2ൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ദെൻ നമ്മൾ പറഞ്ഞു ഫേസർ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ആഡ് ചെയ്ത E2ൻ്റെ ഇക്വേഷനാണ് നമ്മൾ എഴുതുന്നത്. E2 ഈക്വൽസ് ടു V2 പ്ലസ് I2 Z2. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫൈനലായിട്ട് ഇൻഡക്റ്റീവ് ലോഡും കപ്പാസിറ്റീവ് ലോഡും കണക്ട് ചെയ്യുമ്പോൾ ലോഡിൻ്റെ സ്ഥലത്ത് അല്ലെ, ലോഡിൻ്റെ പ്ലേസിൽ റെസിസ്റ്റീവ് ലോഡ് കണക്ട് ചെയ്തപ്പോൾ ഫേസർ ഡയഗ്രാം നമ്മൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എന്താണ്, ഇൻഡക്റ്റീവ് ലോഡും അതുപോലെ തന്നെ കപ്പാസിറ്റീവ് ലോഡും കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇക്വേഷൻ ഒന്നുകൂടി ഒന്ന് എഴുതുകയാണ്. V1 ഈക്വൽസ് ടു E1 പ്ലസ് I1 R1 പ്ലസ് Jx1 ദാറ്റ് ഈസ് ഈക്വൽസ് എനിക്ക് എങ്ങനെ എഴുതാം, E1 പ്ലസ് I1 Z1. Z1 വെച്ചാൽ പ്രൈമറി ഇംപെഡൻസ്, അതാണ് E1ൻ്റെ ഇക്വേഷൻ അല്ലേ, അതാണ് പ്രധാനപ്പെട്ട വൺ ഇക്വേഷൻ. ദെൻ സെക്കൻഡ് ഇക്വേഷൻ എന്തായിരുന്നു, ഞാൻ പറഞ്ഞു നമുക്ക് ആഡ് ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ ഫേസ് ഡയഗ്രം വരയ്ക്കുമ്പോൾ അത് ആ ഒരു ബേസ് വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത് അല്ലേ. E2 ഈക്വൽസ് ടു V2 പ്ലസ് I2 R2 പ്ലസ് Jx2. R2 എന്ന് പറഞ്ഞാൽ സെക്കൻഡറി റെസിസ്റ്റൻസ് ആണ്, വൈൻഡിങ് റെസിസ്റ്റൻസ് കാരണമായിട്ടുണ്ടാകുന്നതാണ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽസ് ടു V2 പ്ലസ് I2 Z2. ഇതാണ് E2ൻ്റെ ഇക്വേഷൻ. E2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇൻഡ്യൂസ് ചെയ്ത EMF. ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫേസർ ഡയഗ്രാം വരയ്ക്കാം. നോക്കാം നമുക്കല്ലേ. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഇൻഡക്റ്റീവ് ലോഡ് നമ്മൾ പറയാൻ പോകുന്നത് അല്ലേ, ഇൻഡക്റ്റീവ് ലോഡ്. ഇപ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ക്വസ്റ്റ്യനിൽ ഇൻഡക്റ്റീവ് ലോഡെന്നോ അല്ല എങ്കിൽ നമുക്ക് എങ്ങനെയും പറയാം റെസിസ്റ്റൻസ് പ്ലസ് ഇൻഡക്റ്റീവ് ലോഡെന്നും പറയാം. ഓക്കെ, അങ്ങനെ രണ്ട് കണ്ടീഷൻ വന്നു കഴിഞ്ഞാലും നമുക്ക് മൂന്നായിട്ടാണ് നമ്മൾ മെയിൻ ലോഡിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, എങ്ങനെ റെസിസ്റ്റീവ് ലോഡ്, ഇൻഡക്റ്റീവ് ലോഡ്, കപ്പാസിറ്റീവ് ലോഡ്. പക്ഷേ ആക്ച്വൽ പ്രാക്ടീസിൽ എന്താണ്, ഇതിൻ്റെ കോമ്പിനേഷനാണ് വരിക. ഇൻഡക്റ്റീവ് ലോഡ് മാത്രമായിട്ടായിരിക്കില്ല വരിക, റെസിസ്റ്റീവ് പ്ലസ് ഇൻഡക്റ്റീവ് ലോഡായിരിക്കും. ഓക്കെ, അപ്പോൾ റെസിസ്റ്റീവ് ഇൻഡക്റ്റീവ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ ചിലപ്പോൾ ചില എക്സാമിന് അങ്ങനെ ചോദിക്കും. ഇപ്പോൾ ഇൻഡക്റ്റീവ് ലോഡ് മാത്രം ചോദിക്കാം, ഇല്ല എങ്കിൽ എങ്ങനെ പറയാം റെസിസ്റ്റീവ് ഇൻഡക്റ്റീവ് ലോഡ് ചോദിക്കാം. ആ ഒരു കണ്ടീഷൻ വന്നാലും സെയിം തന്നെയാണ്. ഓക്കെ, പ്യുവർ ഇൻഡക്റ്റീവ് ലോഡ് ആണ് എങ്കിൽ അതിൽ കൂടെ പോകുന്ന വോൾട്ടേജിൻ്റെയും കറണ്ടും 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ആയിരിക്കും. വോൾട്ടേജ് എന്ത് ചെയ്യും, ലീഡ് ചെയ്യും. ഇൻഡക്റ്റീവ് ലോഡ് ആണെങ്കിൽ കറണ്ട് ലാഗ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും പ്യുവർ ഇൻഡക്റ്റീവ് ലോഡ് ആണെങ്കിൽ. ഇപ്പോൾ റെസിസ്റ്റീവ് ഇൻഡക്റ്റീവ് ലോഡ് വന്നു കഴിഞ്ഞാൽ എന്തായാലും പ്യുവർ അല്ല, അപ്പോൾ അതിനൊരു ആംഗിളിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അല്ലാതെ ഇൻഡക്റ്റീവ് ലോഡ് എന്ന് തന്നെ എക്സാം ചോദിക്കുന്നത് റെസിസ്റ്റീവ് ഇൻഡക്റ്റീവ് ലോഡ് എന്ന് ചോദിക്കാം. പ്യുവറായിട്ട് റെസിസ്റ്റീവ് ലോഡ് മാത്രമാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. അതായത് ഞാൻ പറഞ്ഞു നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത് എന്താണ്, നമ്മൾ എടുക്കുന്നത് ഫ്ലെക്സ് ഫൈ ആണ് അല്ലേ. ദെൻ നമുക്ക് അതിന് ഒത്തെഴുതാം. അതിന് ശേഷം ഞാൻ പറഞ്ഞു എന്താണ് ഇത്
ഇതാണ് എൻ്റെ എന്ത് E1 സോറി E2ഉം E1ഉം രണ്ടും ഒരേ പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മൾ വരയ്ക്കാം. നമുക്ക് ജസ്റ്റ് വരച്ചിടാം അല്ലേ. ഇതാണ് E1. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ E2 ആണ് ലെങ്ത് കൂടുതൽ വരയ്ക്കുക. രണ്ടും ഒരേ ഫേസ്. ഇത് ഫ്ലക്സിന്റെ ലൈൻ ആയിരുന്നു ഈ ഒരു. ഞാൻ E1നെ തന്നെ എടുത്ത് ഓപ്പോസിറ്റ് ആയിട്ട് വരയ്ക്കുകയാണ്. എന്തിനാണ് നമ്മൾ വരയ്ക്കുന്നത്? അത് ഞാൻ എൻ്റെ അതേ മാഗ്നിറ്റ്യൂഡ് തന്നെയാണ് വരയ്ക്കുന്നത്. എന്തിനാണ്? അതാണ് പ്രൈമറി വോൾട്ടേജ് V1 ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് അതിന് ആന്റി ഫേസ് വരയ്ക്കുന്നത്? സപ്ലൈ വോൾട്ടേജ് V1ഉം E1ഉം 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ട്. ലെൻസസിൽ വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. E2, E1, V2 ഇത് മൂന്നും ഒരേ ഫേസ്. പക്ഷേ E1ഉം ഇതെല്ലാം V1ന് എന്താണ് ആന്റി ഫേസ് ആയിരിക്കും. ഓക്കെ ആണ്, നമുക്കെല്ലാം ഒത്തെഴുതാം. അതുപോലെ നമുക്ക് ഒന്നുകൂടി വരയ്ക്കാനുള്ളതാണ് എന്ത്, നോ ലോഡ് കറണ്ട് കൂടി ഞാൻ വരയ്ക്കുകയാണ്. ഞാനൊന്ന് മാർക്ക് ചെയ്യാം. ഇത് ഫ്ലക്സ് ഫൈ അല്ലേ, ഫ്ലക്സ് ഫൈ, മെയിൻ ഫ്ലക്സ് ഫൈ. ഇതായിരുന്നു E1. അതേ E1 തന്നെ ഞാൻ എടുത്ത് എന്ത് ചെയ്യാൻ, ആന്റി ഫേസ് ആയിട്ട് -E1 വന്ന് വരയ്ക്കുകയാണ്. ഇതാണ് E2 സെക്കൻഡ് ഇൻഡ്യൂസ് ചെയ്ത EMF. ഇതെന്താണ് I0. I0ന് രണ്ട് കമ്പോണന്റ്, I0ന് ഒരു കമ്പോണന്റ് I0ഉം പിന്നെ വേറൊരു കറണ്ട് കമ്പോണന്റ് ചേർന്നിട്ടാണ് പ്രൈമറി കറണ്ട് I1 ആയി മാറുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് ലോഡാണ് നമുക്ക് വരയ്ക്കേണ്ടത് അല്ലേ. ഇൻഡക്റ്റീവ് ലോഡാണ് എങ്കിൽ എന്താണ്, കറണ്ട് വോൾട്ടേജിനേക്കാൾ എന്ത് ചെയ്യും, ലാഗ് ചെയ്യും. കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് വോൾട്ടേജ്, അതാണ് ഇൻഡക്റ്റീവ് ലോഡിന്റെ പ്രത്യേകത. അപ്പൊ ഇതാണ് ഞാൻ വരയ്ക്കുന്ന കറണ്ട്. എനിക്കിന്റെ മാഗ്നിറ്റ്യൂഡ് അറിയില്ല, അതിന് നേരെ ആന്റി ഫേസ് ആയിട്ട് എനിക്ക് എന്ത് വരയ്ക്കാം, ഇവിടെ ഒരു കറണ്ട് കൂടി ഇല്ലേ, കൗണ്ടർ ബാലൻസിങ് കറണ്ട്. ഇല്ലെങ്കിൽ എനിക്ക് എന്താ ഞാൻ പറയുക, കൗണ്ടർ ബാലൻസിങ് കറണ്ട് അല്ല എങ്കിൽ ഞാൻ പറയുന്ന പേരെന്താണ്, ഇതാണ് I2, ഇതാണ് I2, ഇതാണ് I2 ഡാഷ്. I2 എന്ന് പറഞ്ഞാൽ സെക്കൻഡറി കറണ്ട്, അതിനെ കൗണ്ടർ ബാലൻസിങ് കറണ്ട് I2 ഡാഷ്. I2 ഡാഷിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരുന്നു, I2 ഡാഷ് ഈക്വൽസ് ടു K_I2 എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഡെറൈവ് ചെയ്തെടുത്തായിരുന്നു അല്ലേ. മീൻ ചെയ്യുന്നത് എന്താണ്, I2 എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയിൽ കൂടെ ലോഡ് കണക്ട് ചെയ്യുമ്പോൾ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, അത് നേരെ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടില്ലേ, ആന്റി ക്ലോക്ക് വൈസ് അല്ല, ആന്റി പാരലായിട്ട് ഒപ്പോസിങ് ആയിക്കൊണ്ട് ഒരു കറണ്ടാണ് I2 ഡാഷ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ മാഗ്നിറ്റ്യൂഡിൽ വ്യത്യാസം വരാം, K ടൈംസ് I2 ആണ്, പക്ഷെ അത് വരയ്ക്കുന്നത് ഇങ്ങനെ 180 ഫേസ് ആയിട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരയ്ക്കുന്നത്. ഓക്കെ, വിളിക്കുന്ന പേരാണ് ലോഡ് കമ്പോണന്റ് ഓഫ് കറണ്ട് എന്ന്, പ്രൈമറി കറണ്ട് നമ്മൾ വിളിക്കും. ലോഡ് കമ്പോണന്റ്, സെക്കൻഡറി ലോഡ് കമ്പോണന്റ് കാരണമായിട്ടുണ്ടാകുന്ന പ്രൈമറി ഉണ്ടാകുന്ന കറണ്ട്. I2 ഡാഷും I0ഉം കൂടെ ചേർന്നിട്ടാണ് I1 എന്ന് പറയുന്ന പ്രൈമറി കറണ്ടിലോട്ട് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ അതുകൂടി ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്യാം. അതായത് I0 ഞാൻ എടുത്ത് പ്ലോട്ട് ചെയ്തു അല്ലേ, ദെൻ I2 ഡാഷ് ഞാൻ പ്രൊജക്റ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്, റിസൾട്ടൻ്റ് ആയിട്ടുള്ള എനിക്ക് എന്ത് വരയ്ക്കാം, റിസൾട്ടൻ്റ് ആയിട്ടുള്ള I1 വരയ്ക്കാം. ഓക്കെ, ഇതാണ് I1. ദെൻ ഇനി നമുക്ക് വരയ്ക്കാനുള്ള എന്താണ്, ഇനി നമുക്ക് ഇത് പ്ലോട്ട് ചെയ്യാനുള്ളത് V2 ആണ് അല്ലേ. ഇപ്പൊ ശ്രദ്ധിക്കാനുള്ള കാര്യം, സെക്കൻഡറി കറണ്ട് I2 ആണ് ലോഡ് കറണ്ട് അല്ലേ, അതിനേക്കാളും V2 എന്ത് ചെയ്യണം, ലീഡ് ചെയ്യണം, ഇൻഡക്റ്റീവ് ലോഡാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ലീഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കാം. അതിൻ്റെ എത്ര വേണോ മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ I2നേക്കാളും കൂടുതൽ ലെങ്തിൽ വരച്ച് അതിൻ്റെ മീൻ ചെയ്യുന്നത് എന്താണ്, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതൽ എന്നാണ്. ഇത്രയേ ഉള്ളൂ അതിൻ്റെ മീൻ ചെയ്യുന്ന കാര്യം. ഓക്കെ, ഞാൻ വരച്ചു. ഇതാണ് എന്താണ് ഞാൻ വരച്ചത്, ഇപ്പോൾ വരച്ചതാണ് V2. എന്താണ് ഞാൻ വരച്ചത്, V2 അല്ലേ. ഞാൻ ഒന്നുകൂടി ഒന്ന് മാറ്റം എഴുതുകയാണ്. ഇതാണ് V2. V2 എന്ന് വെച്ചാൽ സെക്കൻഡറി വോൾട്ടേജ്. V2ഉം I2ഉമായിട്ടുള്ള ആംഗിൾ ആണ് ∅2. ∅2 എന്ന് വെച്ചാൽ എന്താണ്, അപ്പോൾ ലോഡ് പവർ ഫാക്ടർ ആംഗിൾ അല്ലേ. കോസ് ∅2 എടുത്തു കഴിഞ്ഞാൽ ലോഡ് പവർ ഫാക്ടർ അല്ലെങ്കിൽ സെക്കൻഡറി പവർ ഫാക്ടർ എന്നൊക്കെ നമുക്ക് പറയാം. ∅2 വെച്ചാൽ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്, ലോഡ് കണക്ട് ചെയ്യുമ്പോൾ സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന വോൾട്ടേജും കറണ്ട് അക്രോസ് ആയിട്ടുള്ള ആംഗിൾ ആണ് എന്ത്, ∅2 എന്ന് നമ്മൾ നോട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതുവരെ ആയി. ഇവിടെ നമ്മൾ വരച്ചതായിരുന്നു എന്ത്, I1. അതാണ് റിസൾട്ടന്റ് ഓഫ് I2 ഡാഷ് ആൻഡ് I0. നമുക്ക് നേരത്തെ നമുക്ക് എല്ലാം ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് അല്ലേ.
ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം V2 വരച്ചു കഴിഞ്ഞാൽ ഇല്ലേ, എനിക്കറിയാം V2 plus I2Z2 അല്ലെങ്കിൽ V2 plus I2R2 plus I2JX2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുക? E2 കിട്ടും. അപ്പോൾ എങ്ങനെ നമുക്ക് വരയ്ക്കാൻ കഴിയുക? ഞാൻ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. അതായത് V2 ൽ നിന്ന് ഞാൻ ശ്രദ്ധിച്ചേ, ഇതാണ് I2 അല്ലേ? I2 എങ്ങനെയാണോ I2ന്റെ ആംഗിൾ, അതുപോലെ തന്നെ ഞാൻ എന്ത് വരയ്ക്കണം? അതേ ആംഗിൾ തന്നെ, ആംഗിൾ ഡിഫറൻസ് I2 ആയിട്ട് ഒരു ആംഗിൾ ഡിഫറൻസ് ഇല്ലാതെ ഒരു റെസിസ്റ്റൻസ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആവുന്നതാണ് എന്ത്? ആവുന്നതാണ് I2 R2 അല്ലേ? I2 R2 ഇതാണ് ഈ വരച്ചിരിക്കുന്ന യെല്ലോ ലൈൻ വരച്ചിരിക്കുന്നില്ലേ, അതാണ് I2 R2. I2ന്റെ അതേ ഫേസ് ആംഗിൾ ഡിഫറൻസ് ഇല്ല, റെസിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, അത് ഒരു പെർട്ടിക്കുലർ വാല്യൂ ആണ്. എനിക്ക് വാല്യൂസ് ഒന്നും അറിയില്ല, ഇതെല്ലാം ഒരു ന്യൂമറിക്കൽ വാല്യൂസ് ആണ്, ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഉണ്ടാവും, അതേ ഉള്ളൂ. ഓക്കെ, ദെൻ ഇനി നമുക്കറിയാം I2 R2 ആയി. ഞാൻ ശേഷം നമുക്ക് വേണ്ട എന്താണ്? I2JX2. JX2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വോൾട്ടേജ്, ഇപ്പൊ I2 R2 എന്ന് പറഞ്ഞാൽ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ആണ്, റെസിസ്റ്റൻസ് കാരണം, വൈൻഡ് റെസിസ്റ്റൻസ് കാരണം. അതിന് 90 ഡിഗ്രി ഉണ്ടാവും എന്ത്? I2JX2 വരേണ്ടത്. ഓക്കെ, അപ്പൊ 90 ഡിഗ്രി എനിക്ക് എങ്ങനെ വരയ്ക്കാൻ കഴിയുക? അഗെയിൻ ഒരു ഫൈനലായിട്ട് ഒരു കളർ കൂടി ഞാൻ ആഡ് ചെയ്യുകയാണ്. 90 ഡിഗ്രി വരച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നതാണ് എന്ത്? 90 ഡിഗ്രി വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് E2. ഇതെന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ഇവിടെ എഴുതുന്നതാണ് I2X2, അതാണ് ഈ ലൈൻ. V2 plus I2R2 plus JI2X2, അതാണ് JI2X2 ആണ് 90 ഡിഗ്രി കാണിക്കുന്നത് അല്ലേ? ഇവിടെ ഈ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 90 ഡിഗ്രിയാണ് ഈ ആംഗിൾ. ഓക്കെ, കിട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് എന്ത്? E2 എന്ന് പറഞ്ഞ വാല്യൂ. E1ഉം E2ഉം ഒരേ ഫേസ്, പക്ഷെ E1നെ ഞാനിവിടെ മാർക്ക് ചെയ്തേ ഉള്ളൂ, അതിനെയാണ് 90 ഫേസിലൂടെ വരച്ചിരിക്കുകയാണ്. അവിടെയാണ് എനിക്ക് പ്രൈമറി സൈഡിൽ ബാക്കിയെല്ലാം കാണിക്കാൻ കഴിയുള്ളൂ. E1 റിലേറ്റ് ചെയ്ത് വരുന്നത് സപ്ലൈ വോൾട്ടേജിനെയാണ്. നമ്മൾ ഈ ഒരു സെക്ഷൻ ഓക്കെ ആയി. നമുക്ക് വേറൊരു കാര്യം വേണമെങ്കിൽ, ഒരു കാര്യം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഫൈനലായിട്ട് നമുക്കൊന്ന് കൺസിഡർ ചെയ്ത് വെക്കാം. അതായത് നമുക്ക് പറയാൻ കഴിയുക, നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് I2R2ന്റെയും I2X2ന്റെയും കൂടെ ഒരു ട്രയാങ്കിൾ ഞാൻ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് എന്ത്? I2Z2, അതാണ് ഈ ലൈൻ. ഈ ലൈനാണ് I2Z2. ഈ സൈഡ് ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം E2 ഈക്വൽസ് ടു V2 പ്ലസ് I2R2 പ്ലസ് I2X2. ഇതിനെല്ലാം കൂടി ഞാനൊന്ന് ഫേസർ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നതാണ് E2 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എനിക്ക് ഫോം ചെയ്യാൻ കഴിയും. അത് നമുക്ക് ബിടെക് ലെവലിന് പഠിച്ചാൽ മതിയാവും, നമുക്ക് ഡിപ്ലോമ ലെവലിൽ അത് നമുക്ക് പഠിക്കാനില്ല. അതായത് E2ന്റെ ഇക്വേഷൻ ഞാനിപ്പോൾ ഈ എഴുതിയതല്ലാതെ എനിക്ക് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഇതെല്ലാം ഒരു കമ്പോണന്റ് റിസോൾവ് ചെയ്യില്ലേ, എക്സ് ആക്സിലും വൈ ആക്സിലും പ്രൊജക്റ്റ് പോലെ ചെയ്ത് നമ്മൾ ഫൈനൽ റിസൾട്ട് എടുക്കും. തൽക്കാലം നമുക്ക് അതിവിടെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇതുവരെയായി. ഇത് നമ്മൾ സെക്കൻഡറി സൈഡ് ഓക്കെയാണ്. നമുക്ക് എന്ത് ചെയ്യാം? പ്രൈമറി സൈഡിലേക്ക് പോകാം. I1 വന്നു കഴിഞ്ഞാൽ എനിക്കിത് എന്ത് വരയ്ക്കാം? I1 ഇതാണല്ലേ, I1ന്റെ ആംഗിൾ ഇതാണെങ്കിൽ അതേ ആംഗിളിൽ തന്നെ ഞാൻ എന്ത് ചെയ്യണം? ഒരു റെസിസ്റ്റൻസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ I1 ഇൻറ്റു R1 ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ഈ വോൾട്ടേജ് ഡ്രോപ്പ് ആയി, I1R1 ആയി. ഞാൻ 90 ഡിഗ്രി ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ എന്താണ്? I1X1 ആയി. ഞാൻ 90 ഡിഗ്രി ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ I1X1 ആണ്. 90 ഡിഗ്രി ആയിട്ടാണ് വരയ്ക്കുകയാണ്. സോറി, 90 ഡിഗ്രി ആയിട്ടാണ് വരച്ചു കഴിഞ്ഞാൽ ഡിഗ്രിയാണ് എനിക്ക് വരച്ചെടുത്തിട്ട്. ഇത് 90 ഡിഗ്രി ആയിരിക്കും, ഇത് 90 ഡിഗ്രിയാണ്. ഈ വരച്ചിരിക്കുന്നതാണ് എന്ത്? I1X1 എന്ന് പറഞ്ഞ ലൈൻ. ഓക്കെ, 90 ഡിഗ്രിയാണ് വരയ്ക്കാനുള്ളത് കേട്ടോ. സ്ഥലമില്ലാത്തതുകൊണ്ടാണ് കുറച്ചിങ്ങനെ വരച്ചത്. അങ്ങനെയാണ് എങ്കിൽ E1 പ്ലസ് I1R1 പ്ലസ് I1JX1, I1X1. JX1 എന്ന് വെച്ചാൽ 90 ഡിഗ്രി കമ്പോണന്റ് ആണ്. ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്? V1 എന്ന് പറഞ്ഞാൽ ഫൈനലായിട്ടുള്ള V1 കിട്ടും.
കിട്ടുന്നതാണ് V1 കിട്ടിയ ഫൈനലായിട്ട് കിട്ടുന്നതാണ് എന്ത് V1 കിട്ടുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് മൈനസ് കാണിച്ചിരിക്കുന്നത്? അത് ഒപ്പോസ് ചെയ്യുന്നു. E1 ആക്ച്വലി ഇവിടെ ആയിരുന്നു വരയ്ക്കേണ്ടത്, ഞാൻ ഇവിടെ പ്രൊജക്ട് ചെയ്തതുകൊണ്ട് മൈനസ് എന്ന് കൊടുക്കുന്നതേ ഉള്ളൂ. ചില ടെക്സ്റ്റിൽ മൈനസ് കൊടുത്തില്ല എങ്കിലും പ്രശ്നമില്ല. പക്ഷേ ആക്ച്വലി E1 ഈ ഒരു ആംഗിളിലായിരുന്നു. ഞാൻ അതിന് ആന്റി ക്ലോക്ക് വൈസ് ആന്റി പാരലായിട്ട് വരച്ചത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് -E1 കൊടുത്തത്. ഇപ്പൊ നമ്മളിപ്പോൾ വെക്റ്റർ സമായിട്ട് എഴുതുമ്പോൾ നമുക്കിവിടെ -E1 ഇക്വേഷൻ എഴുതിയാലും തെറ്റില്ല. കാരണം E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E1ഉം V1ഉം എന്താണ് സെയിം ഫേസ് അല്ല. അതാണ് ശ്രദ്ധിക്കാനുള്ളത്. ഒന്നുകൂടി ഞാൻ പറയുകയാണ്, E1 E2 V2 ഈ മൂന്നും സെയിം ഫേസ് ആണ്. പക്ഷേ എന്താണ് V1 ആൻഡ് ഈ മൂന്നെണ്ണം E1 E2 V2 എടുത്ത് ഇതെന്ത് ചെയ്യുന്നില്ല, ആന്റി ഫേസ് ആയിരിക്കും, സെയിം ഫേസ് ആയിരിക്കില്ല, ഓപ്പോസിറ്റ് ഫേസ് ആയിരിക്കും. ഓപ്പോസിറ്റ് ഫേസ് എഴുതാം, ഓപ്പോസിറ്റ് ഫേസ് ആയിരിക്കും. അതാണ് ശ്രദ്ധിക്കാനുള്ള കാര്യം. V1 മാത്രമാണ്, അത് കാരണമായിട്ടാണ് ബാക്കിയെല്ലാം ഇവിടെ ഉണ്ടാകുന്നത്. നമ്മൾ സപ്ലൈ വോൾട്ടേജ് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം അതിന് ശേഷം ഉണ്ടാകുന്നത്. അപ്പം അതിന് V1 ഇതിനെല്ലാം ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചത്, ഇവിടെ -E1 വരച്ചത്. എനിക്കിനി വേണമെങ്കിൽ ഒരു പോയിന്റ് എനിക്കിവിടെ ആഡ് ചെയ്യാം. എന്താണത്? എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന വേറൊരു പോയിന്റ് എന്താണ്? എനിക്ക് വേണമെങ്കിൽ പറയാം, ഇത് I1 R1 പ്ലസ് I1 Z1 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത് എന്ന് പറയാം, I1 Z1 ഓക്കെ. ഇതാണ് ഫൈനൽ. ഇത് സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ വെക്റ്റർ ഡയഗ്രാം ഓഫ് ട്രാൻസ്ഫോമർ വിത്ത് റെസിസ്റ്റൻസ് ആൻഡ് ലീക്കേജ് റിയാക്ടൻസ് ഓർ ആക്ച്വൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിലോട്ട് തന്നെ പോകണം. വിത്ത് ഓൺ ഇൻഡക്റ്റീവ് ലോഡ് ഓർ ഓൺ റെസിസ്റ്റീവ് ഇൻഡക്റ്റീവ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഫേസർ ഡയഗ്രാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് വരുന്നതാണ്. നമ്മളിപ്പോൾ ആഡ് ചെയ്ത കാര്യം മാഗ്നറ്റിക് ലീക്കേജ് റിയാക്ടൻസ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫേസർ ഡയഗ്രാം വരയ്ക്കുന്നത് എന്നുള്ള കാര്യമായിരുന്നു. ഓക്കെ, ദെൻ ഫൈനലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും നമുക്ക് പോകേണ്ടത് ഇതിലോട്ടാണ്, കപ്പാസിറ്റീവ് ലോഡിലോട്ടാണ് പോകേണ്ടത്. ഞാൻ ഏത് വന്നതിന് എനിക്ക് ആദ്യം ഞാൻ ഇക്വേഷൻ എഴുതണം. V1 ഈക്വൽസ് ടു എന്തായിരുന്നു V1 ഇക്വേഷൻ? V1 ഈക്വൽസ് ടു E1 പ്ലസ് I1 R1 പ്ലസ് JX1 ദാറ്റ് ഈസ് ഈക്വൽസ് എന്താ എഴുതാം, E1 പ്ലസ് I1 Z1 ആണ് V1 ഇക്വേഷൻ. അതുപോലെ തന്നെ E2 ഈക്വൽസ്, ഞാൻ ഡയറക്റ്റ് ഇക്വേഷൻ എഴുതുകയാണ്, V2 പ്ലസ് I2 R2 plus JX2 that is equals to V2 plus I2 Z2. ഞാൻ അതിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഓൾറെഡി ഒരുപാട് പ്രാവശ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. ഓക്കെ, ഞാൻ ബേസ് ആയിട്ടുള്ള ഡയഗ്രാം ഒന്ന് വരയ്ക്കുകയാണ്. കപ്പാസിറ്റീവ് ലോഡാണ്, അല്ലെങ്കിൽ റെസിസ്റ്റീവ് കപ്പാസിറ്റീവ് ലോഡെന്ന് പറയാം. അപ്പം ഞാൻ ആദ്യം വരയ്ക്കാനുള്ള കാര്യം എന്താണ്, ബേസ് ആയിട്ടുള്ള ഡയഗ്രാം വരയ്ക്കണം. ഇതാണ് എൻ്റെ ഫ്ലക്സ് ഫൈ, ദെൻ ഇതാണ് എൻ്റെ induced EMF E, ഓക്കെ ഇതാണ് എൻ്റെ സെക്കൻഡറി ഇൻഡ്യൂസ്ഡ് EMF E2. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ വരയ്ക്കുകയാണെങ്കിൽ E2 E1നേക്കാളും കൂടുതലായിരിക്കും. ഇതാണ് E1 എന്നിരിക്കട്ടെ. ഞാൻ E1 തന്നെ ഇങ്ങോട്ട് ഞാൻ പ്രൊജക്റ്റ് ചെയ്ത് വെക്കുകയാണ്, -E1 എന്ന് എഴുതുകയാണ്. ഇത് തന്നെ ഞാനൊന്ന് പ്ലോട്ട് ചെയ്യാം. ഇതാണ് മെയിൻ ഫ്ലക്സ് ഫൈ, ഇതായിരുന്നു E1, ഞാൻ എന്നെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തു -E1. ഇതാണ് സെക്കൻഡറി ലോഡ്. കപ്പാസിറ്റീവ് ലോഡ് ആണ് എങ്കിൽ എനിക്ക് എന്ത് പറയാം, കപ്പാസിറ്റീവ് ലോഡ് ആണ് എങ്കിൽ എന്താണ്, കറണ്ട് ലീഡ് ചെയ്യായിരിക്കും. എന്ത് കറണ്ട്? ലോഡാണ് കപ്പാസിറ്റീവ്, അപ്പോൾ സെക്കൻഡറി കറണ്ട് I2 ലീഡ്സ് V2. അപ്പോൾ ഇതാണ് എൻ്റെ V2 എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ എന്ത് ചെയ്യുകയാണ്, I2 എന്ത് ചെയ്യായിരിക്കും, ലീഡ് ചെയ്യായിരിക്കും അല്ലേ? I2 എന്ത് ചെയ്യായിരിക്കും, ലീഡ് ചെയ്യായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ കാര്യം കുറച്ചുകൂടി നമുക്ക് കിട്ടേണ്ടത് ഇത് തന്നെയാണ്. V2 പ്ലസ് I2 R2 പ്ലസ് JX2 ചെയ്യുമ്പോൾ E2 കിട്ടണം. അപ്പോൾ എനിക്ക് ഫേസർ ഡയഗ്രാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്
V2ന്റെ മാഗ്നിറ്റ്യൂഡ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ആഡ് ചെയ്യുകയാണ്, വേറൊരു കളർ കൂടി യൂസ് ചെയ്യുകയാണ്. ഇതാണ് V2 എന്ന് വരയ്ക്കാം. മാഗ്നിറ്റ്യൂഡ് എനിക്ക് എത്ര വേണമെങ്കിലും വരയ്ക്കാം. മാഗ്നിറ്റ്യൂഡ് എനിക്ക് എന്താണോ അത് പ്രോബ്ലത്തിൽ തരുന്നതാണല്ലേ മാഗ്നിറ്റ്യൂഡ്. എനിക്കറിയില്ല മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് എനിക്കറിയില്ല. ഇതാണ് എൻ്റെ എന്ത് V2, ഇതാണ് I2. ഇവിടെ ഓൾറെഡി ഇവിടെ എന്തുണ്ട്, ഇവിടെ ഓൾറെഡി ഇവിടെ I0 ഉണ്ട് അല്ലേ, നോ ലോഡ് കറണ്ട് ഇവിടെ ഉണ്ടെന്നും കൺസിഡർ ചെയ്തിട്ടിരിക്കാം അല്ലേ. ശേഷം V2 വരച്ചു. V2 എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ടെർമിനൽ വോൾട്ടേജ്. സെക്കൻഡറി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ടെർമിനൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ മതിയാകും. I2 എന്ത് ചെയ്യുകയാണ്, ലീഡ് ചെയ്യുകയാണ് കപ്പാസിറ്റീവ് ലോഡ്. എന്താണ് ഇങ്ങനെ വരച്ചതെന്ന് വെച്ചാൽ എനിക്കൊരു ഫേസ് ഡയഗ്രം കിട്ടാൻ വേണ്ടി മാത്രമാണ്. എനിക്കറിയില്ല ഇതിൻ്റെ ആംഗിൾ എത്രയാണ് എന്നോ എത്രയാണ് മാഗ്നിറ്റ്യൂഡ് എന്നോ എനിക്കറിയില്ല. ചെയ്യേണ്ട കാര്യം I2 എന്തായാലും V2നേക്കാളും ലീഡ് ചെയ്ത് നിൽക്കണം, അത് മാത്രമേ ഉള്ള കണ്ടീഷൻ ഉള്ളൂ. ഈ ആംഗിളാണ് φ2 എന്ന് പറയുന്ന ആംഗിൾ. ഇവിടെ ഒരു കാര്യം വിട്ടുപോയ കാര്യം, ഈ I0ഉം V1 തമ്മിലുള്ള ആംഗിളാണ്, സോറി I1ഉം V1 തമ്മിലുള്ള ആംഗിളിനെ എനിക്ക് എന്തെന്ന് പറയാം, φ1 എന്നൊക്കെ വിളിക്കാം. അതായത് പ്രൈമറി പവർ ഫാക്ടർ അല്ലെങ്കിൽ സപ്ലൈ സൈഡ് പവർ ഫാക്ടർ ആംഗിൾ എന്നൊക്കെ പറയാം വേണമെങ്കിൽ. പ്രോബ്ലം ചിലപ്പോൾ അങ്ങനെ ചോദിക്കും, ഇവിടെ ഒരുപാട് ആംഗിൾ ഉണ്ട്, അത് ക്വസ്റ്റ്യനിൽ എക്സാക്റ്റ് ആയിട്ട് എടുത്ത് പറയും. ഓക്കെ, ദെൻ അതിനുശേഷം ഈ ഒരു കപ്പാസിറ്റി ലോഡിലോട്ട് വന്നു കഴിഞ്ഞാൽ V2 ഞാൻ വരച്ചു. ഞാൻ എന്തിനാണ് ഇങ്ങനെ V2ന് കുറച്ച് മാഗ്നിറ്റ്യൂഡ് കൂടുതൽ വരച്ചതെന്ന് ചോദിച്ചാൽ എനിക്കൊന്ന് ഫേസ് ഡയഗ്രം കിട്ടാൻ വേണ്ടി പറയാം എന്തുകൊണ്ടാണ് അങ്ങനെ തന്നെ വരച്ചത്. മാഗ്നിറ്റ്യൂഡ് കൂടുതൽ വരച്ച എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണം, V2 ഞാൻ വരച്ചു. V2 പ്ലസ് I2 R2 ഫേസ് ഡിഫറൻസ് ഉണ്ടോ, I2ന്റെ അതേ ഫേസിൽ തന്നെ ആയിരിക്കും I2 R2 വരേണ്ടത്. I2ന്റെ ഫേസ് എങ്ങനെയാണ്, ഇങ്ങനെയാണ് I2 നിൽക്കുന്നത് അല്ലേ, അപ്പോൾ അതേപോലെ തന്നെ വരയ്ക്കണം. പക്ഷെ എന്തുണ്ട്, അതിൻ്റെ അതേ ഫേസ് തന്നെയാണ് I2 വരച്ച എങ്ങനെയാണോ അതേ ഫേസ് ഞാൻ എന്ത് ചെയ്യാൻ മൾട്ടിപ്ലൈ ചെയ്തു, R2 എന്ന് പറഞ്ഞാൽ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്തു, അതൊരു പർട്ടിക്കുലർ വാല്യൂ കിട്ടി, ആ ആംഗിൾ ഇതായിരിക്കും. I2ന്റെ അതേ ഫേസ് ആയിരിക്കും I2 R2, ഒരു പർട്ടിക്കുലർ വാല്യൂ ആണ് ഇതെല്ലാം. ഓക്കെ, അത് ആരും മനസ്സിലാക്കാതിരിക്കരുത്. ഓക്കെ, അതുപോലെ എനിക്കാണ് ഇവിടെ എന്തിച്ച് പ്ലോട്ട് ചെയ്തിടാം. ഇതാണ് എൻ്റെ I2 ഡാഷ്. I2ന് ആൻറ്റി ഫേസ് ആയിട്ട് മാഗ്നിറ്റ്യൂഡ് കൂടാൻ കുറയാം, K_I2 ആണ് മാഗ്നിറ്റ്യൂഡ് അല്ലേ, കൗണ്ടർ ബാലൻസിങ് കറണ്ട് വരുന്നത്. ദെൻ I2 R2 കഴിഞ്ഞാൽ X2 കൂടി കൺസിഡർ ചെയ്യണം അല്ലേ. I2 X2 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ട് അല്ലേ, I2 JX2 ആണ്. അപ്പോൾ 90 ഡിഗ്രി എനിക്ക് എങ്ങനെ കാണിക്കാൻ കഴിയാം, 90 ഡിഗ്രി ഞാൻ വരച്ചു കഴിഞ്ഞാൽ 90 ഡിഗ്രി ഞാൻ വരച്ചു I2 X2. 90 ഡിഗ്രി വരച്ചാൽ എനിക്ക് കിട്ടുന്നതാണ് എന്ത്, E2 പ്ലസ് I2 R2 പ്ലസ് I2 X2 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, E2 കിട്ടും. കിട്ടിയില്ലേ, ഇതല്ലേ E2ന്റെ വാല്യൂ. അതുകൊണ്ടാണ് എനിക്ക് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുത്തിട്ട് എനിക്ക് E2ന്റെ വാല്യൂ കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ V2ന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതൽ വരയ്ക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം, കപ്പാസിറ്റീവ് ലോഡ് വന്നു കഴിഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് EMF-നേക്കാളും കൂടുതലായിരിക്കും എന്ത്, ടെർമിനൽ വോൾട്ടേജ് ആയിട്ടൊക്കെ വരുന്നത്. ഇൻഡ്യൂസ്ഡ് EMF-നേക്കാളും കൂടുതലായിരിക്കും. അതൊക്കെ നമുക്ക് പിന്നീട് നമുക്ക് നോക്കാം, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ബാക്കി അനാലിസിസ് പാർട്ട് വരുമ്പോൾ നോക്കാം. അതായത് ഞാൻ ഇങ്ങനെ വരച്ചത് V2 പ്ലസ് I2 R2 പ്ലസ് I2 X2 എനിക്ക് എന്ത് കിട്ടണം, E2 കിട്ടണം. E2 എന്ന് പറഞ്ഞാൽ സെക്കൻഡിൽ ഇൻഡ്യൂസ് ചെയ്ത EMF, അത് എന്ന് പറഞ്ഞാൽ എന്താണ്, V2 എന്ന് പറഞ്ഞ വാല്യൂ അല്ലേ, അതിനോടൊപ്പം I2 R2 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണ്. അപ്പോൾ സെക്കൻഡറി സൈഡ് ക്ലിയർ ആണ്. എനിക്കാണെങ്കിൽ ഒരു കാര്യം കൂടി എനിക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ആ പോയിന്റ് എന്താണ്, ഈ ഒരു ട്രയാങ്കിൾ എനിക്ക് എന്താണെന്ന് പറയാം, I2 Z2 എന്ന് പറയാം, I2 R2 പ്ലസ് I2 X2 I2 Z2 എന്ന് പറയാം. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നു കഴിഞ്ഞാൽ I0ഉം I2 ഡാഷും കൂടെ ചേർന്നിട്ടുള്ള ഒരു ആംഗിൾ ഇല്ലേ, ആ ആംഗിളിന് പറയുന്ന പേരാണ് എന്ത്, അതാണ് ആ വാല്യൂ ആണ് എന്ത്, I1 അല്ലേ, I1 പ്രൈമറി കറണ്ട് I1 വരച്ചു കഴിഞ്ഞാൽ I1ന്റെ അതേ ഫേസിലായിരിക്കും I1 R1. I1 എങ്ങനെയാണ് വരച്ചത് അതേപോലെ I1 R1 ഞാൻ വരച്ചു. അതിന് 90 ഡിഗ്രി ആയിട്ടായിരിക്കും എന്ത്, I1 JX1 I1 X1 വരിക. കളർ ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. 90 ഡിഗ്രി ആയിട്ട് എന്ത് വരയ്ക്കുകയാണ്, അതിന് 90 ഡിഗ്രി ആയിട്ട് ഞാൻ വരയ്ക്കുകയാണ് I1 X1 90 ഡിഗ്രി ആയിട്ട് അല്ലേ, ഞങ്ങൾ 90 ഡിഗ്രിയാണ്, ഇവിടെയും ഇതും 90 ഡിഗ്രിയാണ്. കിട്ടിയാൽ എനിക്ക് കിട്ടുന്നതാണ് എന്ത്, ഇനി കിട്ടുന്നതാണ്
എൻ്റെ E1 പ്ലസ് I1R1 പ്ലസ് I1JX1 E1 പ്ലസ് I1R1 പ്ലസ് I1JX1 ചെയ്താൽ എനിക്ക് കിട്ടുന്നതാണ് എന്ത്? എനിക്ക് കിട്ടുന്നതാണ് ഫൈനലായിട്ടുള്ള V1. ഓക്കെ അല്ലേ? ഇനി I1R1 പ്ലസ് I1X1 ചെയ്താൽ എനിക്ക് കിട്ടുന്നൊരു വാല്യൂ കൂടി ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് പ്ലോട്ട് ചെയ്ത് വെക്കാം. ഒരു ട്രയാങ്കിൾ പോലെ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് I1Z1 എന്ന് പറയുന്ന വാല്യൂ. ഇതാണ് ഫൈനലായിട്ടുള്ള ഫേസർ ഡയഗ്രം. ഇതോടുകൂടി നമ്മൾ ലോഡ് കണക്ട് ചെയ്യുമ്പോൾ ഉള്ള ഫേസർ ഡയഗ്രം അനാലിസിസ്, വെക്റ്റർ ഡയഗ്രം അനാലിസിസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് മൊഡ്യൂളിലെ പാർട്ടായിട്ട് വരുന്നത്. ഈ ഡയഗ്രം വരയ്ക്കാൻ്റെ എക്സാമിന് സ്ഥിരം ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇത് കാണാൻ പഠിക്കേണ്ട ഒരു ആവശ്യവുമില്ല. എക്സ്പ്ലെയിൻ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്ത് സംശയം ആർക്കുണ്ടെങ്കിലും എന്ത് ചെയ്യാം, നമുക്കത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സംശയം ഒരു പേപ്പറിൽ ഒരു നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം PDF നോട്ട് നോക്ക്. എന്നിട്ട് സംശയം ക്ലിയർ ആവാത്തവർ എന്ത് ചെയ്യുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാണാൻ പഠിക്കാൻ നിൽക്കരുത്. നമ്മൾ പറഞ്ഞു E1 വരച്ചു, E2 വരച്ചു, ഫ്ലെക്സ് 5 ആണ് റെഫറൻസ് ആക്കി എടുത്തത്. E2ൻ്റെ സൈഡിലാണ്, E2ൻ്റെ വരുമ്പോഴാണ് E2 പ്ലസ് I2R2 പ്ലസ് I2JX2 ചെയ്യുമ്പോഴാണ് E2 കിട്ടുക. അത് നമ്മളിവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. എന്തിനാണ് നമ്മൾ പ്ലോട്ട് ചെയ്യണേ? അനാലിസിസിന് വേണ്ടിയിട്ടാണ്, അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു E1ഉം E2നൊക്കെ നമുക്ക് ഇക്വേഷൻ ഇതിനകത്ത് ഡെറൈവ് ചെയ്തെടുക്കാം, സെപ്പറേറ്റ് ഇക്വേഷൻസ്. അപ്പോൾ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യാം. നമുക്കത് ഡിപ്ലോമ ലെവലിൽ നമുക്ക് അതിലും ഡെപ്തിലോട്ട് പോകാൻ ഇല്ല. ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ പഠിച്ച കാരണം എന്തൊക്കെയായിരുന്നു ഒന്നും എല്ലാവരും ഓർത്ത് നോക്കിയേ. എന്തൊക്കെ നമ്മൾ പഠിച്ചേ? വർക്കിംഗ് പ്രിൻസിപ്പിളാണ് തുടങ്ങിയത്. ട്രാൻസ്ഫോമർ ആയിരുന്നു നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് അല്ലേ? ട്രാൻസ്ഫോമർ ആയിരുന്നു നമ്മൾ ആദ്യം പഠിച്ചത്. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഡിസ്കസ് ചെയ്തു. ദെൻ അതിനുശേഷം നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? വർക്കിംഗ് പ്രിൻസിപ്പിൾ ഡിസ്കസ് ചെയ്തതിനു ശേഷം കൺസ്ട്രക്ഷൻ വൈസ് അനലൈസ് ചെയ്തു. അതുപോലെ തന്നെ ഷെൽ ടൈപ്പ്, കോ ടൈപ്പ്, എന്താണ് ഐഡിയൽ ട്രാൻസ്ഫോമർ, എന്താണ് EMF ഇക്വേഷൻ, ഡെറിവേഷൻ ഓഫ് EMF ഇക്വേഷൻ ആൻഡ് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ, അത് വെച്ചുള്ള പ്രോബ്ലംസ് അല്ലേ? വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ, അത് വെച്ചുള്ള പ്രോബ്ലംസ്. ദെൻ ട്രാൻസ്ഫോമർ ഓൺ നോ ലോഡ്, ഫൈനലായിട്ട് ട്രാൻസ്ഫോമർ ഓൺ ലോഡ്. ഇതാണ് മെയിൻ ടോപ്പിക്കായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം. പക്ഷേ നമുക്ക് ഈ ലോഡിൻ്റെ അകത്ത് വരുമ്പോഴൊക്കെ നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വൈൻഡിങ് റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യാതെ, ലീക്കേജ്, മാഗ്നറ്റിക് ലീക്കേജ് കൺസിഡർ ചെയ്യാതെ പഠിച്ചു. അതിനുശേഷം ഓരോന്നോരോന്നായിട്ട് കൺസിഡർ ചെയ്തു. അതിനുശേഷം വൈൻഡിങ് റെസിസ്റ്റൻസും മാഗ്നറ്റിക് ലീക്കേജും ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യം, ഇക്വലന്റ് റെസിസ്റ്റൻസ്, ഇക്വലന്റ് റിയാക്റ്റൻസ്, ഇക്വലന്റ് ഇംപെഡൻസ് കണ്ടുപിടിക്കാനായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫൈനലായിട്ട് എല്ലാം കൂടി കൺസിഡർ ചെയ്തിട്ടുള്ളത് അവസാനത്തെ ആ ഒരു ഫേസർ ഡയഗ്രം പഠിച്ചാൽ എല്ലാം വരികയാണ്. അതിന് ഓരോന്നോരോന്നായിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ കിട്ടും. എക്സാമിന് ക്വസ്റ്റ്യൻ്റെ അകത്ത് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്പെസിഫൈ ചെയ്തവർ പറയും വൈൻഡിങ് റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ കൺസിഡർ ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയഗ്രത്തിലൂടെ ആദ്യം പഠിപ്പിച്ചിട്ട് പോവുക. പക്ഷേ ഒന്നും പറയുന്നില്ല. പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൻഡിങ് റെസിസ്റ്റൻസും ലീക്കേജ് റിയാക്റ്റൻസും എല്ലാം കൺസിഡർ ചെയ്തിട്ടുള്ള ഫൈനൽ ഡയഗ്രമാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് റിവിഷൻ ചെയ്യുക, നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്യണം. ഡൗട്ടുകളെല്ലാം എന്ത് ചെയ്യണം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഞാനിതിൻ്റെ PDF നോട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ അവൈലബിൾ ആണ്. എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് റെഫർ ചെയ്യുക. നോട്ട് പ്രിപ്പയർ ചെയ്തോളണം. എന്ത് സംശയം ചോദിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ വൈൻഡ് അപ്പ് ചെയ്യണം. അടുത്ത മൊഡ്യൂൾ നമുക്ക് പഠിക്കാനുള്ള കാര്യം ട്രാൻസ്ഫോമറിൻ്റെ പെർഫോമൻസ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം, എഫിഷ്യൻസി കണ്ടുപിടിക്കാനും വോൾട്ടേജ് റെഗുലേഷൻ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ എങ്ങനെയാണ് പാരലൽ ഓപ്പറേഷൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ 3 ഫേസ് ട്രാൻസ്ഫോമർ, അതുപോലെ തന്നെ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ 3 ഫേസ് ആക്കി മാറ്റാൻ കഴിയുമോ, എങ്ങനെയൊക്കെ നമുക്ക് കോൺഫിഗർ ചെയ്യാം, അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ എന്തൊക്കെയാണ്, ഇത്രയാണ് എക്സ്പെരിമെൻറ്റിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇതാണ് നമുക്ക് മെയിനായിട്ട് സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിലാണ് ഇതിൻ്റെ ട്രാൻസ്ഫോമർ ഡീൽ ചെയ്യുന്നത്. തേർഡ് മൊഡ്യൂളും ഫോർത്ത് മൊഡ്യൂളും ഇൻഡക്ഷൻ മോട്ടറാണ്, ഇൻഡക്ഷൻ മെഷീൻസ് ആണ്, ഇൻഡക്ഷൻ മോട്ടർ മെയിനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും ഒന്ന് റിവേഴ്സ് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ റെഡിയാക്കിയിരിക്കുക. ഓക്കെ, താങ്ക് യു.